യഹൂദ പാരമ്പര്യത്തിൽ ആചാരപരമായ അശുദ്ധി എന്നൊരു സംഗതിയുണ്ട്. അതൊരു പാപത്തെ സൂചിപ്പിക്കുന്നില്ല. എന്നാലും ഈ അശുദ്ധി ഒരു വ്യക്തിയെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുന്നു. ലേവ്യർ 15-ാം അധ്യായം ഇത്തരം അശുദ്ധികളെ പറ്റി പ്രതിപാദിക്കുന്നു. ലേവ്യർ 15:19 ഒരു സ്ത്രീക്ക് സ്രാവമുണ്ടായി അവളുടെ സ്രാവം രക്തമായിരുന്നാൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. വീണ്ടും 25 ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ രക്തസ്രാവം ഏറിയ ദിവസം ഉണ്ടാകുകയോ ഋതുകാലം കവിഞ്ഞ് സ്രവിക്കുകയോ ചെയ്താൽ അവളുടെ അശുദ്ധിയുടെ സ്രവകാലം ഋതുകാലം പോലെ ഇരിക്കണം, അവൾ അശുദ്ധയായിരിക്കണം. അതുകൊണ്ട് മാസമുറയുടെ സമയത്ത് ഒരു സ്ത്രീ ആചാരങ്ങളിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തപ്പെടുന്നു. എന്നാൽ ഇതിന്റെ പിന്നിലെ തിയോളജി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, സെമറ്റിക് പാരമ്പര്യത്തിൽ ബ്ലഡ് റെപ്രസെന്റഡ് ലൈഫ്. ലേവ്യർ 17:11 ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. മെൻസ്ട്രേഷൻ ഇൻവോൾവ്സ് ദ ഷെഡിംഗ് ഓഫ് ദ യൂട്രൈൻ ലൈനിങ് ആൻഡ് അൺഫെർട്ടിലൈസ്ഡ് എഗ് ദാറ്റ് കുഡ് ഹാവ് സപ്പോർട്ടഡ് എ ന്യൂ ലൈഫ്. ദാറ്റ് മീൻസ് ഡിസ്ചാർജ് ഓഫ് ദ ബ്ലഡ് സൂചിപ്പിക്കുന്നത് ലോസ് ഓഫ് എ പൊട്ടൻഷ്യൽ ലൈഫാണ്, ഒരു സാധ്യതയുള്ള ജീവന്റെ നഷ്ടം. ഒരു പൂർണ്ണ ജീവനല്ല, എന്നാലും സാധ്യതയുള്ള ഒരു ജീവന്റെ നഷ്ടം. ഈ സാധ്യതയുള്ള ജീവന്റെ നഷ്ടത്തെ ഒരു ജീവന്റെ നഷ്ടമായി കരുതി ഈ പ്രക്രിയയെ അശുദ്ധമായി കണ്ടുകൊണ്ട് ആ വ്യക്തിയെ താൽക്കാലികമായി ആചാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇതാണ് യഹൂദ പാരമ്പര്യം. എന്നാൽ നമ്മുടെ ചോദ്യം, മാസമുറയുടെ സമയത്ത് രക്തസ്രാവമുണ്ടായാൽ ഒരു സ്ത്രീക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാമോ? സ്റ്റേ ട്യൂൺഡ് ഫോർ ദ പാർട്ട് 2.